പ്രകൃതിയും വിശ്വാസവും ഒന്നിക്കുന്ന അപൂർവ കാഴ്ചയായി കോതമംഗലം ആദിവാസി സമൂഹത്തിന്റെ പായസപൂജ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികളാണ് പൂജയിൽ പങ്കെടുത്തത്. പ്രകൃതിയോട് ചേർന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന കോതമംഗലം ആദിവാസി സമൂഹത്തിന്റെ പുരാതന ആചാരമായ പായസപൂജ ഇത്തവണയും വലിയ ആഘോഷത്തോടെയാണ് നടന്നത്. ക്രാച്ചേരി വനത്തിനുള്ളിലെ പാറയിലാണ് പായസപൂജയുടെ ചടങ്ങുകൾ നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ഈ പാറയിലേക്ക് വിശ്വാസികൾ ആദ്യമെത്തി. പാറയ്ക്ക് മുകളിലെ നിറയെ ജലമുള്ള ദ്വാരങ്ങൾ ശിവഭഗവാന്റെ നാസ്വാദ്വാരങ്ങളാണെന്നാണ് സങ്കല്പം. ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി തെളിവിളക്കി വെച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. കാടിന്റെ നടുവിലെ പാറപ്പുറത്തൊരുക്കിയ അരിപ്പായസമാണ് ദേവിക്ക് നിവേദ്യമായി സമർപ്പിച്ചത്. ഒപ്പം തിന്നിക്കിഴങ്ങും ചുട്ടെടുത്ത് ദേവിക്ക് നൽകി. വിവിധ ഊരുകളിൽ നിന്നുള്ള കുടുംബങ്ങൾ പൂജയിൽ പങ്കാളികളായി. 12 ദിവസം വ്രതമെടുത്ത ക്രാച്ചേരി ക്രാത്താട്ടമ്മയ്ക്ക് പായസവും തിന്നിക്കിഴങ്ങ് ചുട്ടതും നിവേദിക്കുന്നതായിരുന്നു പായസപൂജയുടെ പ്രധാന ചടങ്ങ്. തൊട്ടടുത്ത ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നാളികേരമുടയ്ക്കുന്ന ചടങ്ങുമുണ്ടായിരുന്നു. കുടുംബക്ഷേത്രമാണ്, പിന്നെ എല്ലാ ആൾക്കാരും വന്ന് കൂടുന്നു, എല്ലാ ഭക്തജനങ്ങളും വരുന്നുണ്ട്. അത് പൂർവ്വകാലം പോലെ ഉള്ളതാണത്. എല്ലാ ജനങ്ങളും എന്തൊക്കെ ചെറുപ്പമാണെന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മേളമായിരിക്കും. വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ കുടികളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന ഈ മനോഹരമായ ഉത്സവത്തിന് എല്ലാ വർഷവും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ നികത്തി പാപങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ആദിവാസികൾ ഈ ഉത്സവം ഈ പായസപ്പാറയിൽ എല്ലാ വർഷവും കൊണ്ടാടുന്നത്. തലമുറകളായി തുടരുന്ന ഈ ആചാരത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരിൽ നിന്നുള്ള വിശ്വാസികളാണ് പ്രധാനമായും പങ്കെടുക്കുന്നത്. തലമുറകളായി തുടരുന്ന ആചാരമാണ് ഇവിടെ നടക്കുന്നത്. രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്ന് കിട്ടുമെന്നാണ് പായസപൂജയിലൂടെ ഇവരുടെ വിശ്വാസം. അമൃത ന്യൂസ്, കൊച്ചി.